സായൻ ചേട്ടാ പ്രീത, എനിക്ക് സായൻ ചേട്ടൻ്റെ അടുത്ത് എനിക്ക് അറിയാം ചേട്ടൻ ആ ചോദ്യം കേൾക്കുമ്പോൾ എന്നെ തല്ലും എന്ന് എനിക്കറിയാം. പക്ഷെ ഈ മുഖം കാണുമ്പോൾ അത് ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക്. പൈസ ഒന്നും അല്ലല്ല, കാരണം എല്ലാരും പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ നല്ല പൈസക്കാരനായിട്ട് തോന്നും. നല്ല റിച്ച് ആണ്. പക്ഷെ ഞാൻ പിച്ചക്കാരനാണെന്ന് എനിക്കല്ലേ അറിയോ. പക്ഷെ ലുക്ക് മാത്രമേ ഉള്ളൂ. ലുക്ക് മാത്രമേ ഉള്ളൂ. നന്ദി മാത്രമേ ഇല്ല. പൈസ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ ഒരു മമ്മൂക്കയാണെന്ന് എല്ലാവരും പറയുന്നുണ്ടാവുമല്ലോ അല്ലേ? എല്ലാരോടും ചോദിക്കുന്ന സാധനമല്ലേ ഇത്? ഇല്ല, ഞാൻ ഇടയ്ക്ക് നവീന്റെ എപ്പിസോഡ് കണ്ടപ്പോ അതിലും ചോദിക്കണുണ്ടല്ലോ അവന്റെ അടുത്ത്. നവീനോട് ഞാൻ അല്ലല്ല, അങ്ങനെയല്ല, നവീന്റെ അടുത്ത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഈ മസിലുള്ള ആൾക്കാരെ കാണുമ്പോൾ പറയും, ഇതെങ്ങനെയാണ് വർക്കൗട്ട്, 10 പുഷപ്പ് എടുക്കാൻ പറ്റുമോ ചോദിക്കും സ്ഥിരം. അതെ, സ്ഥിരമൊന്നുമില്ല, ഇടയ്ക്ക് ഞാൻ മാറ്റി പിടിക്കും. അത് നവീന്റെ അടുത്ത് മാത്രം. വേറെ കുറെ ജിമ്മന്മാരൊന്നും ഞാൻ വേറെ ഫ്രഷ് ചോദ്യം ചോദിച്ചു, വേണേ എപ്പിസോഡ് കണ്ടു നോക്ക്. അത് കണ്ടു. ഇത് സാഞ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പക്ഷെ ചോദിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം അന്ന് കാണുമ്പോഴും ഇതേ സൗന്ദര്യം ജ്വലിച്ച് നിൽക്കുന്നു, ഇപ്പൊ കാണുമ്പോഴും ഇങ്ങനെ തന്നെ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മമ്മൂക്ക എന്ന് പറയുന്നതും കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്നതൊക്കെ അല്ലേ അല്ലാതെ സെയിം ആണ്. അപ്പൊ എന്തെങ്കിലും പ്രത്യേകതരം ട്രീറ്റ്മെന്റ് ഉണ്ടോ സൈഡിൽ കൂടെ? പക്ഷെ കുറച്ച് തള്ളുണ്ടെങ്കിൽ കുറച്ച് സത്യമുണ്ട്. എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്തെങ്കിലും പ്രത്യേകതരം ആഹാര പദാർത്ഥങ്ങൾ? അതെ, നമുക്കും കൂടെയൊക്കെ പറഞ്ഞതാ. ഇങ്ങനെ നിങ്ങൾ മാത്രം അല്ലേ? കഞ്ഞി, ഞാൻ ഇച്ചിരി പഴങ്കഞ്ഞിയും കുടിച്ച് ഇച്ചിരി മരിച്ചിനിയും മീനും തിന്ന്. അതാണ് ഇപ്പൊ എല്ലാ രഹസ്യം. നമ്മളെപ്പോഴും പോയിട്ട് പിസ്സ, ബർഗർ, പാസ്ത. അല്ല, ഞാൻ കഴിക്കാത്തൊന്നുമില്ല. എനിക്ക് തിരിഞ്ഞു കഴിക്കാത്ത എന്ത് ഞാൻ കഴിക്കുമെന്നുള്ള. അപ്പൊ അത് എനിക്ക് ഒന്നാമതായിട്ട് ഫുഡ് ഭയങ്കര ഇഷ്ടം. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും, പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ഇല്ല, കുറച്ച്. പിന്നെ എന്താ വർക്കൗട്ട് ചെയ്യും, അത്രയൊക്കെ ഉള്ളൂ. അവര് അച്ഛനും അമ്മയും ബ്യൂട്ടീഷ്യന്റെ അടുത്ത് ഇല്ല, പോവില്ല. അതുകൊള്ളാം. അപ്പൊ എന്തായാലും ആ ചോദ്യം ചോദിക്കാതിരുന്ന പ്രേക്ഷകർക്ക് ഒരു സങ്കടമാവെന്ന് വിചാരിച്ചു ഞാൻ ചോദ്യം. എനിക്കറിയായിരുന്നു ചേട്ടന്റെ സൗന്ദര്യ രഹസ്യം എന്താണെന്ന്. എന്നാലും എന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനിത് ചോദിച്ചത്. അപ്പൊ അങ്ങനെ വളരെ ഇത്രയും നല്ല ടിപ്സ് ഒക്കെ നമുക്ക് പറയും. ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന മിക്കവാറും എല്ലാരും കൂടെ മിക്കവാറും പഴകഞ്ഞി മീനൊക്കെ കഴിച്ച് വയറും വെച്ചിട്ട് മിക്കവാറും എന്നെ ചീത്ത വിളിക്കും. പഴഞ്ചോറ് മറിച്ച് അവസാനം ബോഡി മൊത്തം പോയി. പക്ഷെ ചേട്ടൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു, വർക്കൗട്ട് കുറച്ചെങ്കിലും ചെയ്യണം. അത് നിങ്ങൾ നോട്ട് ദ പോയിന്റ്. പ്രീതയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രീതയുടെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതെ, പ്രീതയുടെ ഒരു ഈ ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വരവെന്ന് പറഞ്ഞാൽ ഡാൻസിലൂടെയാണ്. അപ്പൊ എങ്ങനെയാണ്, ഏത് വയസ്സിൽ മുതൽ പഠിച്ചു, എങ്ങനെയാണ് അത്? ഞാൻ ശരിക്കും എൻ്റെ കുഞ്ഞമ്മ, അമ്മയുടെ സിസ്റ്റർ ഡാൻസ് ടീച്ചറാണ്. അപ്പോൾ കുഞ്ഞുനാളിലെ കുഞ്ഞമ്മ ബാക്കിയുള്ള സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്ന കണക്ക് വീട്ടിൽ സ്വന്തമായി സ്റ്റുഡൻസ് കിട്ടിയ പോലെ കുടുംബത്തിലെ തന്നെ സ്റ്റുഡൻസാണ് ഞങ്ങളെന്ന് പറയുന്നത്, ഞാനും എൻ്റെ ചേച്ചിയും. അപ്പം ഞങ്ങളെ ആദ്യമായി ട്രെയിൻ ചെയ്യിപ്പിക്കുമായിരുന്നു, നല്ലപോലെ അടിയിട്ടുമായിരുന്നു. എനിക്ക് ഈ ക്ലാസിക്കൽ ഡാൻസിനെ കിടന്ന് നമുക്ക് ഈ അരമണ്ഡലം അതൊക്കെ കുറേ നേരം നിൽക്കുമ്പോൾ കാലുവേദന എടുക്കുന്നേ. ഞാൻ നോക്കുമ്പോൾ ഈ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറയുമ്പോൾ ഈസി, നിന്ന് തുള്ളിച്ചാടിയാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് അതിലോട്ടായിരുന്നു ഒരു ചാട്ടം. പക്ഷേ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഞാൻ അമൃതയിലാണ് ആദ്യമായിട്ട് ഷോ ചെയ്തത്. ഞാൻ ഇതിലൊരു മ്യൂസിക് ഷോ, ഞാൻ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അതിലെ ബാക്ക്ഗ്രൗണ്ട് ഡാൻസറായിട്ട് സജൻ ആൻഡിയുടെ ടീമിന്റെ കൂടെ വന്നായിരുന്നു, ജോയിൻ ചെയ്തു. ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ച് തുള്ളിച്ചാടി നടക്കുന്ന സമയത്താണ് ആങ്കറിംഗിലേക്ക് ഒരു ഓപ്ഷൻ വരുന്നത്. ആങ്കറിംഗ് ഉണ്ടായിരുന്നോ? അതെ, കാരണം ഞാനൊരു നല്ലൊരു ആങ്കറിന് മുന്നിലിരിക്കുമ്പോൾ ഞാൻ ചിലപ്പോ ഒന്ന് ടെൻഷൻ ആവും. ഇതെന്തിനാ കുട്ടി ഇവിടെ പറയാൻ പോയത്? ശരി, ആങ്കർ അല്ലായിരുന്നു. ബാക്കി ശരി, ഞാൻ ആങ്കർ അല്ലായിരുന്നു. അങ്ങനെ ആങ്കർ അല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു ചാൻസ് വരുന്നു ഒരു സീരിയലിൽ ആങ്കർ അല്ലാതെ അഭിനയിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ചെയ്തപ്പം അവിടെ സാറും എല്ലാവരും പറഞ്ഞു നന്നായി ചെയ്തു. പിന്നെ ബാക്കി പറയണ്ടല്ലോ. പിന്നെ ഇങ്ങനെ കുറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തു, പിന്നെ ഒരുപാട് TV ഷോസിൽ ഡാൻസ് ചെയ്തു. അങ്ങനെ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം അല്ലേ? ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് അധികം ആർക്കും അറിയുന്നുണ്ടാവും. ഡാൻസിലൂടെ ഞാനും അറിഞ്ഞില്ല. നമ്മൾ ഇത്രയും സംസാരിച്ചു, കുറെ വിശേഷങ്ങളൊക്കെ മുന്നേ കണ്ടിട്ടെങ്കിലും ഞാൻ ഈ ഫസ്റ്റ് ഡാൻസർ ആയിരുന്നുള്ളത് അത് ഞാൻ വിക്കിപീഡിയ നോക്കി. അപ്പൊ ഇവിടെ ആരെങ്കിലും പറഞ്ഞു തന്ന സാധനം വെച്ചിട്ട് വിക്കിപീഡിയയുടെ സ്പെല്ലിംഗ് പോലും എനിക്കറിയില്ല ചേട്ടാ. അതാണ് വിക്കിപീഡിയ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൈഫൈ എഴുതുന്ന ആളല്ലേ. ഇല്ല, ഞാൻ ഈ കോറിഡോറിൽ കൂടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഡ്രസ് ചേഞ്ചിങ് സൈഡിൽ ചിരിച്ചു കഴിയുന്നിട്ട് പറയാം. ചിരിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോയാലോ? ഞാൻ ചളിപ്പ് മാറാൻ വേണ്ടിട്ടാ ഞാൻ ഇത് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ പറയാ ഒന്ന് വെയിറ്റ് ചെയ്യാൻ ചിരിച്ചു കഴിയട്ടെ.
അപ്പൊ വിക്കിപീഡിയ ഞാൻ മിണ്ടൂല. ഇനി കോറിഡോറിലൂടെ വന്നപ്പോ അവിടെ നമുക്ക് ഡാൻസേഴ്സിന് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് നൊസ്റ്റാൾജിക് ഫീൽ ആയിരുന്നു. പണ്ട് വന്നത് ടീമായിട്ട് ഇരുന്നത് അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. സായൻ ചേട്ടൻ എങ്ങനെയാ കുറെ ഓഡിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ലല്ല, എനിക്ക് 3-4 വർഷം പ്രൊഫഷണൽ നാടകം ഉണ്ടായിരുന്നു, ഈ സ്വന്തം ട്രൂപ്പ് ഓ ഉണ്ടായിരുന്നു. അത് ശരി. അപ്പൊ അതായത് എനിക്ക് തോന്നുന്നു ചേട്ടന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ഈ നാടകം, സീരിയൽ, അങ്ങനെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ കുറിച്ചിട്ട് ചില ആൾക്കാരെങ്കിലും പറയുമല്ലോ സീരിയല് വലിയ കാര്യമില്ലാത്ത കാര്യം എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ മനസ്സിൽ തോന്നുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ പറയാനുള്ളത്? എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്, എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. മാന്യമായിട്ട് ജോലി ചെയ്യാൻ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് മാന്യമായിട്ട് ജോലി ചെയ്യാം. ഞാൻ മോശക്കാരനായി അടങ്ങൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജോലിയിലും വഴി തെറ്റാൻ ഒരു സാധ്യതയല്ല 100 സാധ്യതകളുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ കാര്യത്തിലും. അപ്പൊ നമ്മളിപ്പോ ആൾക്കാർ വന്നിട്ട് കള്ളു കുടിക്കാൻ വിളിക്കും, എല്ലാ സദസ്സിലും പോയി അവിടെ നിന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വഴി പോയി നമ്മൾ നശിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ വേറെ ഒന്നും വേണ്ട, ആ കള്ളുകൂടി സദസ്സിൽ പോയി എല്ലാവരും ഹായ് 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 എന്നൊക്കെ പറഞ്ഞ് തോളിൽ കൈയിട്ട് അതും മതി. നമ്മൾ എല്ലായിടത്തും വേണം, നമ്മുടെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും വേണം. പക്ഷെ നമ്മുടെ വഴി നോക്കേണ്ടത് നമ്മളാണ്. ഏം വഴി തനി വഴി. അത് ഉറക്കെ പറഞ്ഞു, ഏ വഴി തനി വഴി, ഏ വഴി തനി വഴി. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു വഴിയിലേക്ക് കൊണ്ടുപോവാണ്, അതായത് ഗെയിമിന്റെ വഴി. അതാണ് ഏം വഴി, കാർപ്പറ്റ് വഴി. നിങ്ങൾ ഗെയിം കളിക്കാൻ ഇഷ്ടമല്ലേ? അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതായത് ആ കുട്ടിയുടെ മനസ്സിൽ നിൽക്കുന്നോണ്ടാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. അപ്പൊ നമ്മൾ കുറെ കൂടി കുട്ടികളാവാൻ ഏറ്റവും നല്ലത് ഗെയിംസ് കളിക്കാന്നുള്ളത്. പ്രീതയുടെ ഗെയിമുകൾ നിങ്ങൾക്ക് അറിയാം. ഗെയിം എന്ന് പറഞ്ഞ ആള് വേറെ ലെവലാവും. ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്ന ആളൊന്നും അല്ല. ഗെയിം എന്ന് പറഞ്ഞാലും ഗെയിം എന്ന് പറഞ്ഞാലും വിശന്നാലും പ്രീതയെ സ്നിക്കേഴ്സിന്റെ പരസ്യത്തിൽ കാണിക്കുന്നത് എന്നെ കണ്ടിട്ട് എഴുതിയതാണെന്ന് എനിക്ക് സംശയം ഉണ്ടാതെ. കാരണം വിശന്ന് കഴിഞ്ഞ പിന്നെ പ്രീതയുടെ മുഖം ഒരു കൊട്ടയുണ്ട്. ആ സമയത്ത് പ്രീത നമുക്കത് എന്ത് അവിടെ എങ്ങനെ പോയി ചോദിക്കും അങ്ങനെയൊക്കെ പറഞ്ഞോളൂ. കരഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയെന്ന്. അപ്പൊ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യപ്പോ? അല്ല അറിയാം, പുള്ളിക്കാരൻ കൃത്യസമയത്ത് ഓരോ സാധനം കയ്യിൽ അത് കറക്റ്റാ. ഒരിക്കൽ നമ്മളിവിടെ സ്റ്റേജ് വന്നപ്പോ ഒരിക്കൽ പറഞ്ഞു അത് റിയലാണ്. പ്രീതയുടെ മോഹം മാറും അപ്പൊ തന്നെ പുള്ളിയുടെ പോക്കറ്റ് നിറച്ച് തീറ്റ സാധനങ്ങൾ സ്റ്റോക്കാണ്. എന്തെങ്കിലും പറയുമ്പോഴേക്കും മോളെ എന്താ കഴിച്ചു അപ്പോഴേക്കും പ്രീത റെഡിയാവും.